ഹായ് ഹലോ. ഞാൻ ഡ്യൂട്ടിയിലാണ്. അപ്പോൾ ഇന്ന് ശരിക്കും ഹോളിഡേ ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ലീവ് എടുക്കാം. പക്ഷേ വെറുതെ വീട്ടിൽ ലീവ് എടുക്കണ്ടല്ലോ വിചാരിച്ചു ഞാൻ. അപ്പം നേരിട്ട് പേഷ്യൻ്റ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ അവർക്ക് മരുന്നെടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് റേഡിയേഷൻ തെറാപ്പിയെ കുറിച്ചാണ് കേട്ടോ. എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കമൻറ്റിലൊന്നുമല്ല, അല്ലാതെ തന്നെ എന്നോട് പേഷ്യൻസായിട്ടും പിന്നെ പുറത്തുനിന്ന് അല്ലാതെ തന്നെ അറിയുന്ന ആൾക്കാരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു റേഡിയേഷനെക്കുറിച്ച് എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. എന്താണ് റേഡിയേഷൻ, എങ്ങനെയാണ് റേഡിയേഷൻ ചെയ്യുന്നത്, റേഡിയേഷൻ ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടാവുമോ, അല്ലെങ്കിൽ റേഡിയേഷൻ ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. റേഡിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേൾക്കും പോലെ എന്തോ കരിച്ച് കളയുകയാണ്. പക്ഷേ ആ കരിച്ച് കളയുന്നത് നമ്മളറിയൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് പെയിനോ കാര്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും അപ്പോൾ ഇല്ല. അപ്പോൾ ഒരു മെഷീനിലേക്ക് CT മെഷീനൊക്കെ MRIയും CT ഒക്കെ എടുക്കുന്ന പോലത്തെ ഒരു മെഷീൻ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ കയറ്റിക്കിടത്തും. എന്നിട്ട് ജസ്റ്റ് നമുക്ക് ചുറ്റിനും ഒരു മെഷീൻ ഇങ്ങനെ കറങ്ങി പോയിട്ട് നമ്മൾ എവിടെയാണോ എഫക്റ്റ് എവിടെയാണോ സൈറ്റ്, നമുക്ക് റേഡിയേഷൻ ചെയ്യേണ്ട സൈറ്റ് എവിടെയാണോ ആ ഭാഗത്ത് കുറച്ച് നേരം നിന്ന് ആ മിഷൻ സ്റ്റക്കാവും. എന്നിട്ട് നമ്മളോട് അവർ കണ്ണടച്ച് പിടിക്കാൻ പറയും. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ആ റേഡിയേഷൻ ചെയ്യുന്ന റൂമിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. മൈക്ക് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവർ അവിടെ നിന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്കിങ്ങനെ കേൾക്കാം. അപ്പോൾ അവർ നമ്മളോട് പറയും, ഒന്ന് ബ്രീത്ത് ഹോൾഡ് ചെയ്ത് വെക്കണേന്ന് പറയും, ശ്വാസം പിടിച്ച് വെക്കണേന്ന് പറയും. അപ്പോൾ നമ്മൾ ശ്വാസം നീട്ടി എടുത്ത ശേഷം അവിടെ പിടിച്ച് വെക്കും. പിന്നെ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ അവർ ആ ശ്വാസം വിട്ടോളെന്ന് പറയുമ്പോൾ ശ്വാസം വിടുക. അത്ര മാത്രമേ അവിടെ നമുക്ക് ചെയ്യാനൊരു ജോലിയുള്ളൂ. അപ്പോൾ കാരണം ഇങ്ങനെ ബ്രീത്ത് ഹോൾഡ് ചെയ്തിട്ട് റേഡിയേഷൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ടിന് കംപ്ലയിൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. റേഡിയേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഈ ഭാഗത്താണല്ലോ ഹാർട്ട് ഇരിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് കംപ്ലയിൻറ്റ്, ഹാർട്ടിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രീത്ത് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് റേഡിയേഷൻ എടുക്കുന്നത്. കുറേ വയസ്സായ ആൾക്കാർക്കൊക്കെയാണ് ബ്രീത്ത് ഹോൾഡ് ചെയ്യാൻ സാധിക്കില്ല, അവർക്ക് അങ്ങനത്തെ റേഡിയേഷൻ എടുക്കാറില്ല. കുറച്ചുകൂടെ എഫക്റ്റീവാണ് ആ റേഡിയേഷൻ എന്നാണ് ഡോക്ടർ പറയുന്നത്. പിന്നെ അടുത്തതിനോട് ചോദിച്ച ചോദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റേഡിയേഷൻ ചെയ്യുന്ന സമയത്ത് പൊള്ളുവോ, വേദനയുണ്ടോ എന്നൊക്കെയാണ്. റേഡിയേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേദന എന്ന് പറഞ്ഞ സംഭവം ഇല്ല. പിന്നെ റേഡിയേഷന് ചൂടോ അങ്ങനെയൊന്നും നമ്മൾ അറിയുന്നില്ല. നല്ല AC റൂമായിരിക്കും. എനിക്കുണ്ടായ ഫീൽ എന്താ വെച്ചാൽ തണുപ്പാണ്, ഒന്നിച്ച് തണുത്ത് വിറച്ച്. കാരണം അവർ തരുന്നൊരു ഒരു കോട്ട് പോലത്തെ ഒരു സാധനം ഇട്ടിട്ടാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ആ റൂം കംപ്ലീറ്റ് തണുപ്പായിരിക്കും, മിഷനും അവിടെ എല്ലാം തണുപ്പായിരിക്കും. അപ്പോൾ നമുക്ക് തണുപ്പായിട്ടുണ്ടാവുക. എനിക്ക് തണുപ്പായിരുന്നു. എത്രയും പെട്ടെന്ന് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ തണുത്തിട്ട് വയ്യല്ലോ എന്നായിരുന്നു എൻ്റെ ഫീല്. അല്ലാതെ എനിക്ക് പൊള്ളുവോ അല്ലെങ്കിൽ എന്താ പറയുക അവിടുന്ന് ശരീരത്തിലേക്ക് ചൂട് വരുന്നത് നമ്മൾ അറിയൊന്നുമില്ല. അത് അൾട്രാവയലറ്റ് രശ്മികളാണ്. അത് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നൊന്നും നമ്മൾ കാണുന്നില്ല. നമ്മൾ ചുമ്മാ അവിടെ ഇങ്ങനെ കിടക്കുന്നു, അവർ കിടക്കാൻ പറയുമ്പോൾ കിടക്കുന്നു, അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, അവരെണീറ്റ് പൊയ്ക്കോളാൻ പറയുമ്പോൾ പോകുന്നു. നമ്മൾ അനങ്ങാനൊന്നും പാടില്ല. അവരെങ്ങനെയാണോ കിടത്തിയിരിക്കുന്നത് അങ്ങനെ തന്നെ കിടത്തണം. ഈ 2 കൈ ഇങ്ങനെ പുറകിൽ കെട്ടി വെച്ചിട്ട് ഇങ്ങനെ ബാക്കോട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ട് പിന്നെ എന്താ പറയുക നമ്മൾ നല്ല സ്റ്റഡിയായിട്ട് കിടക്കുക ചെയ്യുന്നത്. അപ്പം പിന്നെ ആ ഒരു റേഡിയേഷൻ്റെ സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള ആ ഒരു ഡ്രസ്സ് അവർ മാറ്റും. എന്നിട്ട് എവിടെയാണോ റേഡിയേഷൻ ചെയ്യേണ്ട ഭാഗം ആ ഭാഗം വിസിബിളാക്കി വെച്ചുകൊണ്ട് റേഡിയേഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ചൂടോ കാര്യങ്ങളോ ഒന്നും നമ്മൾ അറിയുന്നില്ല. റേഡിയേഷൻ ചെയ്യുന്നതേ നമ്മൾ അറിയുന്നില്ല. കീമോയുടെ അത്ര ഭീകരനൊന്നുമല്ല റേഡിയേഷൻ്റെ സമയത്ത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് റേഡിയേഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ റേഡിയേഷൻ ചെയ്യുന്ന സമയത്ത് തൊണ്ടയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. വെള്ളം ഇറക്കാനും ഫുഡ് കഴിക്കാൻ എരിവ് കഴിക്കാനൊക്കെ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. വായ കുറച്ച് പൊട്ടാൻ സാധ്യതയുണ്ടെന്നൊക്കെ എന്നോട് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ദൈവമേ കീമോയുടെ സമയത്തോ ഫുഡൊന്നും മര്യാദയ്ക്ക് കഴിക്കാനായില്ല. ഇനി കീമോ കഴിഞ്ഞ് ഒന്ന് ഫുഡൊക്കെ കഴിച്ച് വരുമ്പോഴത്തേക്ക് അടുത്ത റേഡിയേഷൻ, ഇനിയും എനിക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമോ എന്ന് ഞാൻ വിചാരിച്ച് ഞാൻ ഡോക്ടറോട് ചോദിച്ച് ഇത് എല്ലാവർക്കും ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, ഇതൊരു ചാൻസ് മാത്രമാണ്, 100-ൽ ഒരാൾക്കൊക്കെ ഇങ്ങനെയൊക്കെ വരാറുള്ളൂ, എല്ലാവർക്കും ഒന്നും വരില്ല.
പിന്നെ ഇയാൾക്ക് ബ്രസ്റ്റിനാണല്ലോ റേഡിയേഷൻ വരുന്നത്, തൊണ്ടയ്ക്കല്ലല്ലോ. തൊണ്ടയ്ക്കാണ് റേഡിയേഷൻ വരുന്നെങ്കിൽ ചിലപ്പം വെള്ളം ഇറക്കാനുള്ള ബുദ്ധിമുട്ടും വായൊക്കെ പൊട്ടും ഒക്കെ ചെയ്യും. പക്ഷെ നമ്മൾ ഇങ്ങനെ ബ്രസ്റ്റിന് ചെയ്യുമ്പോൾ ചിലപ്പോൾ തൊണ്ടയുടെ ആ ഭാഗത്തേക്കും കൂടെ കുറച്ച് കഴുത്തിൻ്റെ ഈ ഭാഗത്തേക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് അത് പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതെ അത് വന്നോണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എന്നും കൂടി പറഞ്ഞു. എനിക്ക് 20 റേഡിയേഷനാണ് എടുത്തത്. എനിക്ക് ഒരു 15 റേഡിയേഷൻ വരെ എനിക്ക് ഒരു പ്രോബ്ലവും ഇല്ലായിരുന്നു. എനിക്ക് തൊണ്ടയ്ക്കൊരു പ്രശ്നമോ അല്ലെങ്കിൽ എന്താ പറയുക വെള്ളം ഇറക്കാനുള്ള ബുദ്ധിമുട്ടോ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. എന്നും രാവിലെ പോകും, റേഡിയേഷൻ ചെയ്യും. ഒരു 10 മിനിറ്റ് നേരെ റേഡിയേഷന് വേണ്ടതുള്ളൂ. റേഡിയേഷൻ നമ്മളോട് കയറി കിടക്കാൻ പറയും, നമ്മൾ കയറി കിടക്കും. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മളിങ്ങ് പോരും. അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പ്രശ്നവും ഒരു 15 ദിവസത്തോളം എനിക്ക് റേഡിയേഷന് വന്നിട്ടില്ല. റേഡിയേഷൻ പറഞ്ഞാൽ ഡെയിലിയാണ് ചെയ്യുന്നത്. അപ്പോൾ 20 ദിവസം അടുപ്പിച്ച് ചെയ്തു. സൺഡേ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളും റേഡിയേഷൻ ഉണ്ടായിരുന്നു. ഒരു 15 ദിവസം കൂടെ കഴിഞ്ഞപ്പം ആ റേഡിയേഷൻ ചെയ്ത ഭാഗത്ത്, റേഡിയേഷൻ്റെ എഫക്റ്റ് വരുന്ന ഭാഗത്ത് വല്ലാതെ ബ്ലാക്ക് കളറാവാൻ തുടങ്ങി. അവിടെ ഇങ്ങനെ സ്കിന്നിങ്ങനെ വല്ലാതെ ഇങ്ങനെ എന്താ പറയുക, ഒരു നമ്മളെ പൊള്ളിയാലൊക്കെ വരുമ്പോലെ ഒരു ഒരു ഇതുപോലെ വരാൻ തുടങ്ങി. പൊള്ളിയ കുമിളിക്കില്ലേ അതുപോലെ. പക്ഷെ ഞാൻ അവിടെ അങ്ങനെ ഒരു പൊള്ളൽ വന്നതായിട്ടൊന്നും റേഡിയേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയുന്നില്ല കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ചെറിയൊരു സ്കിന്നിൻ്റെ കളറ് മാറുന്നു, അവിടെ ഇങ്ങനെ ഒരു പൊള്ളിയതുപോലെ വരുന്നു. എനിക്കിങ്ങനെ കക്ഷം ഇവിടെയായിരുന്നു കൂടുതലായിട്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഡോക്ടറോട് എല്ലാ ആഴ്ച നമുക്ക് കൗണ്ടർ ടെസ്റ്റ് ചെയ്ത് ഡോക്ടറെ കാണിക്കാനൊക്കെ ഉണ്ടാവും. റേഡിയേഷൻ ചെയ്യുമ്പോഴും കീമോ ചെയ്യുമ്പോൾ മാത്രമല്ല, റേഡിയേഷൻ ചെയ്യുമ്പോഴും ഉണ്ടാവും നമുക്ക് കൗണ്ടൊക്കെ ടെസ്റ്റ് ചെയ്ത് ഡോക്ടറെ കാണിക്കാം. ഞാൻ ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടറിനോട് പറഞ്ഞു, നേരത്തെ ഡോക്ടർ പറഞ്ഞ കാര്യം തന്നെയാണ്. സോപ്പ് ഈ റേഡിയേഷൻ ചെയ്യുന്ന ഭാഗത്ത് കുറേ സ്റ്റിക്കറുകൾ അവർ മാർക്ക് ചെയ്ത് നമുക്ക് വെച്ചിട്ടുണ്ടാകും. കുറേ സ്റ്റിക്കർ അവിടെ ഇവിടെയൊക്കെ വരച്ച സ്റ്റിക്കറുകൾ ഒട്ടിച്ചിട്ടുണ്ടാവും. ആ സ്റ്റിക്കറൊന്നും റേഡിയേഷൻ കഴിയും വരെ പൊളിഞ്ഞു പോയത്. അപ്പോൾ പ്രത്യേകം പറയുന്നതാണ്, അവർ എണ്ണ യൂസ് ചെയ്ത് ആ ഭാഗത്ത് എണ്ണ യൂസ് ചെയ്ത്, സോപ്പ് യൂസ് ചെയ്ത്, ചൂടുവെള്ളം ഉപയോഗിക്കരുത്, പിന്നെ അമർത്തി തുടയ്ക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ നേരത്തെ പറയുന്നതാണ്. അപ്പോൾ എനിക്കിങ്ങനെ പൊള്ളൽ പോലെ വന്ന സമയത്ത് ഡോക്ടറിനോട് പറഞ്ഞു, ആ കുമ്പള അമർന്നു പോയിക്കോളൂ, നിങ്ങളൊന്നും ചെയ്യണ്ട, ശ്രദ്ധിച്ചാൽ മതി, പിന്നെ അവിടെ സോപ്പൊന്നും ഉപയോഗിക്കേണ്ട, ശരീരത്തിൽ ബാക്കി സോപ്പ് ഉപയോഗിക്കുന്ന ഭാഗങ്ങളിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേബി സോപ്പ് ഉപയോഗിക്കുക എന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞാനതൊക്കെ മെയിൻറ്റെയിൻ ചെയ്താണ് പോയത്. പിന്നെ എനിക്ക് അവർ എന്താ പറയുക, അലോവേരയുടെ ജെല്ല്, ഒരു റേഡിയോ മിസ്റ്റ് എന്ന് പറഞ്ഞൊരു ജെല്ലുണ്ട്, അത് തന്നിട്ടുണ്ടായിരുന്നു ഈ ഭാഗത്ത് പുരട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിങ്ങനെ പുരട്ടുന്ന സമയത്ത് നമുക്ക് അധികം അങ്ങോട്ട് സ്കിന്ന് ഡ്രൈ ആയി പൊട്ടുകയില്ല. പിന്നെ 15-18 റേഡിയേഷനൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ആ സ്കിന്ന് ഇളകി തുടങ്ങി. അപ്പോൾ അവിടെ കുറച്ച് ഇറിറ്റേഷനും ബുദ്ധിമുട്ടൊക്കെ വന്നു. പക്ഷേ എന്ന് വെച്ചിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് അവിടെ ഇടാനുള്ള മെബ്രോസിൻ പറഞ്ഞിട്ട് ഓയിൽമെൻ്റ് ഉണ്ട്. ആ ഓയിൽമെൻറ്റ് തരും. നമ്മൾ ക്ലീൻ ചെയ്ത് ഡെയിലി കുളിയൊക്കെ കഴിഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് ആ ഓയിൽമെൻറ്റ് വെച്ചു. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. റേഡിയേഷൻ 20 ദിവസം കഴിഞ്ഞു. ഒരു 5-6 ദിവസത്തിനുള്ളിൽ ആ മുറിവ് അങ്ങ് ഉണങ്ങിപ്പോയി. പിന്നെയുള്ള പ്രശ്നം വെച്ചാൽ കഴുത്തിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് കറുത്ത് ഈ ഒരു വിടവുകളിലെല്ലാം ഇപ്പോഴും അതിൻ്റെ ബ്ലാക്ക് കളർ ശരിക്കും പോയിട്ടില്ല. ഒരു വിടവുകളിലെല്ലാം വല്ലാണ്ട് കറുപ്പ് കളറായിട്ട് സ്കിന്ന് അങ്ങനെ പൊളിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ സ്കിന്നൊക്കെ അങ്ങ് പൊളിഞ്ഞു പോയി. പിന്നെ റേഡിയോ മിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അലോവേര ജെല്ല് അവിടെയൊക്കെ പുരട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അതങ്ങ് ഓക്കെ ആയിപ്പോയി. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. റേഡിയേഷൻ്റെ പിന്നെ ഈ ഭാഗങ്ങളിൽ വന്ന ബ്ലാക്ക് കളറും എല്ലാം പൊളിഞ്ഞങ്ങ് പോയി. റേഡിയേഷൻ കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ടത് എണ്ണ തേച്ചിട്ട് ആ ഭാഗത്ത് റേഡിയേഷൻ കഴിയുന്നതോടുകൂടി ആ സ്റ്റിക്കറൊക്കെ അവരങ്ങ് പൊളിച്ച് കളയും. പിന്നെ നമ്മൾ നന്നായിട്ട് എണ്ണ തേച്ച് ആ ഭാഗത്ത് സോപ്പിട്ട് ഉരച്ച് കഴിയാൻ മാത്രമേ ആ ബ്ലാക്ക് അവിടെ വന്നിരിക്കുന്ന ആ സ്കിന്നിൻ്റെ ആ ബ്ലാക്ക് കളർ ഇങ്ങനെ പോവുള്ളൂ. അതങ്ങ് പൊളിഞ്ഞ് പോവുക. നമ്മൾ തേച്ചൊരച്ച് കഴുകുമ്പോൾ അങ്ങ് പൊളിഞ്ഞ് പോവുക ചെയ്യാം. അങ്ങനെ അത് ഞാൻ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് ആ സ്കിന്ന് അവിടെ ഉണ്ടായിരുന്ന ബ്ലാക്ക് കളർ സ്കിന്നെല്ലാം പൊളിഞ്ഞ് പോവുക ചെയ്ത. ഇത്രയേ ഉള്ളൂ റേഡിയേഷന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും വലിയ ബുദ്ധിമുട്ടുകളും ഒന്നുമില്ല. ചെറിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ലാസ്റ്റ് റേഡിയേഷനൊക്കെ ആകുമ്പോഴത്തേക്ക് സ്കിന്നൊന്ന് ബ്ലാക്ക് കളറാവും, ഒന്ന് കുറച്ച് പൊട്ടും. പക്ഷെ അതങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടാണ്. ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച് നമുക്ക് സത്യം പറഞ്ഞാൽ അതൊന്നും ഒരു ബുദ്ധിമുട്ടേ അല്ല. അതുകൊണ്ട് റേഡിയേഷൻ്റെ സമയത്ത് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം. റേഡിയേഷന് നമ്മുടെ ശരീരത്തിലെ വെള്ളം വലിച്ചെടുക്കുന്ന സാധനം ആയതുകൊണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കാൻ പറഞ്ഞു, നന്നായിട്ട് ഫുഡ് കഴിക്കാൻ പറഞ്ഞു. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. റേഡിയേഷൻ സമയത്തും നമുക്ക് എക്സസൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം, കൈകൊണ്ടുള്ള അത് മുടക്കാൻ പാടില്ല. അതൊക്കെ തന്നെ. വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും റേഡിയേഷൻ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുകയാണ്, റേഡിയേഷൻ ഒരു ഭീകരനല്ല, കീമോ പോലെയല്ല. റേഡിയേഷൻ കേൾക്കുമ്പോൾ എന്തോ തീ വെച്ച് കത്തിക്കാമെന്ന് വിചാരിക്കരുത്. നമ്മൾ ഒരുവിധം ഒന്നും അറിയുന്നില്ല.
സംഭവം അത് കരിക്കുക തന്നെയാണ്. പക്ഷേ ആ കരിക്കലൊന്നും നമ്മൾ അറിയുന്നില്ല. നമുക്ക് അവിടെ യാതൊരു റോളും ഇല്ല. കീമോ ചെയ്യുമ്പോൾ നമ്മൾ മെഡിസിൻ പോകുന്നതും നമ്മൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളും സൈഡ് എഫക്റ്റുകളൊക്കെ സ്പോട്ടിൽ തന്നെ അറിയുന്നുണ്ട്. പക്ഷേ റേഡിയേഷൻ്റെ സൈഡ് എഫക്റ്റ് നമ്മൾ അപ്പോഴൊന്നും അറിയുന്നില്ല. ഒരു കുറേ റേഡിയേഷനൊക്കെ ഉള്ള ആളാണെങ്കിൽ ഒരു 15 റേഡിയേഷനൊക്കെ കഴിയുമ്പോഴായിരിക്കും പയ്യെ കുഞ്ഞു കുഞ്ഞു ബുദ്ധിമുട്ടുകൾ വരുന്നത്. അതും വേറെ ബുദ്ധിമുട്ടല്ല, ഞാൻ പറഞ്ഞ പോലെ ഈ ഭാഗത്ത് വരുന്ന ചെറിയ പ്രശ്നങ്ങൾ. അത് നമ്മൾ അവർ പറയും, ഡോക്ടേഴ്സ് പറയുന്ന പോലെ ചെയ്താൽ അതങ്ങ് ഓക്കെ ആയിപ്പോകും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് റേഡിയേഷൻ എന്ന് കേൾക്കുമ്പോൾ ആരും ഭയപ്പെടേണ്ട. റേഡിയേഷനെ ഒന്നും പേടിക്കാനില്ല. കീമോ പോലെയൊന്നുമല്ല. ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ സത്യം പറഞ്ഞാൽ ഏറ്റവും ഭീകരൻ കീമോ തന്നെയാണ്. സർജറിയും കുഴപ്പമൊന്നുമില്ല, റേഡിയേഷനും കുഴപ്പമൊന്നുമില്ല. പിന്നെ വരുന്ന ടാർഗറ്റ് തെറാപ്പിയോ ഇമ്മ്യൂണോതെറാപ്പിയോ എന്തോ ആവട്ടെ, അവരാരും വലിയ പ്രശ്നക്കാരൊന്നുമല്ല. കീമോ തന്നെയാണ് ഭീകരൻ. ആ ഒരു കാലഘട്ടം അങ്ങ് കഴിഞ്ഞ് കിട്ടിയാൽ നമുക്ക് പിന്നെ ഓക്കെ ആവാവുന്നതേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. റേഡിയേഷൻ ഇതാണ്. ഞാനിങ്ങനെയൊക്കെയാണ് റേഡിയേഷൻ എടുത്തത്. എൻ്റെ റേഡിയേഷനൊന്നും എനിക്ക് പ്രശ്നങ്ങളേ അല്ലായിരുന്നു. 20 ദിവസം പെട്ടെന്ന് കടന്നു പോയി. റേഡിയേഷൻ കഴിയുന്ന ദിവസം ഒക്ടോബർ 1 എനിക്ക് ലാസ്റ്റ് റേഡിയേഷൻ ഉണ്ടായിരുന്നു. ആ കഴിയുന്ന ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ റേഡിയേഷൻ എടുക്കുന്നവർ ശ്രദ്ധിക്കുക. ഡോക്ടേഴ്സ് പറയുന്ന കുറച്ച് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഇൻസ്ട്രക്ഷൻ ഞാൻ പറഞ്ഞല്ലോ. നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് ഫുഡ് കഴിക്കുക. പിന്നെ റേഡിയേഷൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്ത ഭാഗങ്ങളിൽ അവർ ഒട്ടിക്കുന്ന സ്റ്റിക്കറുകൾ കളയാതിരിക്കുക. ആ ഭാഗത്ത് എണ്ണ, സോപ്പ് എന്നിവ യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ അത് അമർത്തി തുടച്ചതൊന്നും പോക്കാതിരിക്കാൻ. നമുക്ക് ചൊറിച്ചിൽ വരും ആ ഭാഗത്ത്. ഈ സ്റ്റിക്കറെല്ലാം കൂടെ ഒട്ടിച്ച് വെച്ചുകൊണ്ട് ഭയങ്കര ചൊറിച്ചിലായിരിക്കും. പയ്യെ തുടച്ച് ആ ചൊറിച്ചിൽ കളയാമെന്നല്ലാതെ അമർത്തി ചൊറിയാനൊന്നും പാടില്ല. കാരണം സ്കിന്ന് ഭയങ്കരമായിട്ട് ഒരു പീൽ ചെയ്യാൻ റെഡിയായി നിൽക്കുമായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ നഖം കൊണ്ട് മാന്തി ചൊറിഞ്ഞാൽ അവിടെയൊക്കെ പൊട്ടും. അപ്പോൾ സ്കിന്ന് പൊട്ടാതെ സൂക്ഷിക്കുകയെന്ന് ഡോക്ടർമാർ പ്രത്യേകം പറയുന്നതാണ്. അതുകൊണ്ടാണ് അവർ ഈ ജെല്ലും കാര്യങ്ങളൊക്കെ തരുന്നത്. അപ്പോൾ അവർ തരുന്ന ജെല്ല് കാര്യങ്ങളൊക്കെ പുരട്ടിയിട്ട് സ്കിന്നിനെ നല്ല സ്മൂത്തായിട്ട് സൂക്ഷിക്കുക. പിന്നെ നമ്മൾ ഇന്നർ വെയറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. നല്ല സോഫ്റ്റായ സ്പോർട്സ് ബ്രാ പോലത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായത് വേണം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഇതൊക്കെ ആണെങ്കിൽ അതിൻ്റെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ തട്ടിയിട്ട് ആ സ്കിന്ന് അവിടെ ഉറങ്ങി പൊട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് നല്ല സോഫ്റ്റായ സ്പോർട്സ് ബ്രാ പോലത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാം. എന്നോട് ഡോക്ടർ അതായിരുന്നു എനിക്ക് അഡ്വൈസ് ചെയ്ത സാധനം, അതാണ് സ്പോർട്സ് ബ്രാ. അപ്പോൾ അത് നമ്മുടെ സൈസ് കണക്കാക്കി വാങ്ങി യൂസ് ചെയ്യുക. അപ്പോൾ അത് നല്ലതായിരിക്കും. സ്കിന്ന് പൊട്ടാതിരിക്കാൻ നല്ലതായിരിക്കും. പിന്നെ അതൊക്കെ തന്നെ, അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഉള്ളൂ റേഡിയേഷൻ്റെ കാര്യത്തിൽ. കീമോ പോലത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ ആരും പേടിക്കേണ്ട. റേഡിയേഷനൊക്കെ ആർക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷത്തോടെ പോയി റേഡിയേഷൻ ചെയ്യാം. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ റേഡിയേഷൻ ചെയ്ത് കിട്ടും.